മഞ്ജുസ് ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീടിനകത്തും പുറത്തും അലങ്കാര ചെടിയായിട്ട് വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ് ബോർഡർ ഗ്രാസ്. ഇതിന് സൂര്യപ്രകാശത്തിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ ഷേഡുകളിലും മറ്റും നമുക്ക് നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വരാൻ സാധിക്കും. ഞാൻ ഗ്രോ ബാഗുകളിലും ചെടിച്ചട്ടികളിലുമായിട്ടാണ് ഈ ചെടി നട്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് കുറച്ച് തണ്ടുകൾ നമുക്ക് ഒടിച്ചെടുക്കാം. നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് പല രീതിയിലും ഈ ചെടി നമുക്ക് നട്ടെടുക്കാം. ചിരട്ടയിലും മറ്റും ഹാങ്ങിങ് ആയിട്ടും ചെയ്തിട്ടാൽ നല്ല ഭംഗിയായിരിക്കും. ഇത് ഞാൻ മുമ്പ് ഗ്രോ ബാഗിൽ നട്ടിരുന്ന ബോർഡർ ഗ്രാസ് ആണ്. ഇന്നലെ നല്ല മഴയായതുകൊണ്ട് ടൊറേനിയ ചെടിയുടെ പൂക്കൾ പൊഴിഞ്ഞ് ഇതിൻ്റെ മുകളിൽ കിടക്കുന്നതാണ്. ഇതായിട്ടാണ് ഹാങ്ങിങ് ചെയ്ത് ഇട്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് തണ്ടൊടിച്ച് നടുന്നത് എങ്ങനെയെന്ന് നോക്കാം. വെയിലില്ലാത്ത ഭാഗങ്ങളിൽ നടുന്നതായിരിക്കും ഇത് ഏറ്റവും നല്ലത്. വെയിലുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ 2 നേരം വെള്ളം നനച്ചു കൊടുക്കേണ്ടി വരും. ഈ ചെടിയുടെ മുകൾ ഭാഗം ഇങ്ങനെ ഒടിച്ചെടുക്കാം. ഈ ചെടി നട്ടു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ വളർന്നു കിട്ടും. ചെറിയ തുമ്പപ്പൂ പോലുള്ള പൂക്കളും ഇതിൽ വരാറുണ്ട്. ഇത്രയും ഞാൻ ഇതിൽ നിന്ന് ഒടിച്ചെടുത്തതാണ്. ഇതിന് നമുക്ക് ചെടിച്ചട്ടിയിലോട്ട് നടാം. ഈ കുറച്ച് കരിയിലയാണ്, ഇത് പൊടിച്ച് ഇതിലോട്ട് ഇടുകയാണ്. ചെടിച്ചട്ടിയിലോട്ട് മണ്ണിട്ട് നിറയ്ക്കുന്നതിന് മുമ്പായിട്ട് ചെടിച്ചട്ടിയിലോട്ട് പൊടിച്ച കരിയില കുറച്ചിട്ട് നിറച്ചിട്ട് അതിലേക്കാണ് ഇനി മണ്ണ്, മണൽ, ചാണകപ്പൊടി ഇത് 3 കൂടെ മിക്സ് ചെയ്ത മണ്ണ് ഇതിലേക്ക് വാരിയിട്ട് നിറയ്ക്കാം. അടിയിൽ കരിയിലായതുകൊണ്ട് തന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് നന്നായിട്ടങ്ങ് താന്നോളും. ഇത്രയും നിറച്ചിട്ട് മുകളിലായി കിടക്കുന്ന കല്ലുകളെല്ലാം എടുത്ത് മാറ്റണം. കുറച്ച് വെള്ളം ഇതിലോട്ട് തളിച്ചു കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ ഒടിച്ചു മാറ്റി വെച്ചിരിക്കുന്ന തണ്ടുകൾ ഇതിലേക്ക് നട്ടു കൊടുക്കാം. ഓരോന്നായിട്ട് കുത്തി കൊടുക്കും. അടുത്തടുത്ത് നടുമ്പോൾ വളർന്നു വരുമ്പോൾ നല്ല തിക്കായിട്ട് വളർന്നു വരും. നമ്മളതെല്ലാം ഇതേപോലെ കുത്തി വെച്ചിട്ടുണ്ട്. നടുമ്പോൾ വലിയ കമ്പുകൾ കുത്തി വെച്ചപ്പോഴാണ് കേട്ടോ ഇതിങ്ങനെ വന്നത്. പക്ഷെ ചെറിയ കമ്പുകൾ കുത്തി വെച്ചപ്പോഴാണ് ഇത് നല്ല രീതിയിൽ ബുഷായിട്ട് നല്ല രീതിയിൽ നമുക്ക് കിട്ടിയത്.
ഇത് ഒരാഴ്ച തണലത്ത് വെച്ചതിന് ശേഷം പിന്നെ മാറ്റി വെയിലത്ത് വെക്കാവുന്നതാണ്. ഇത് അതുപോലെ തന്നെ നട്ട് 1 മാസം ആയതാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ, സീ യു.